ഹായ് ഓൾ, വെൽക്കം ടു ലേൺ ഇൻ ഹോം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഇയർ എഞ്ചിനീയറിങ്ങിൻ്റെ ഫിസിക്സിൻ്റെ സിലബസ് ആണ്. സോ ഇവിടെ നമ്മൾ 4 ഗ്രൂപ്പ്സ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഡിഫറെൻറ്റ് ബ്രാഞ്ചസിനെ ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി ആൻഡ് ഡി എന്ന് പറഞ്ഞിട്ട്. അപ്പം നിങ്ങൾ ഏത് ഗ്രൂപ്പിലാണ് വരുന്നത് എന്ന് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലൊന്ന് കോണ്ടാക്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ ഗ്രൂപ്പ് എയുടെ സിലബസിൽ എല്ലാ ഗ്രൂപ്പ് എ, ബി, സി, ഡി നോക്കിയാലും എല്ലാത്തിലും 4 മൊഡ്യൂൾസ് ആണ് ടോട്ടൽ നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് എയുടെ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആണ്. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഫിസിക്സ് നമുക്ക് അധികം ബുദ്ധിമുട്ട് വരത്തില്ല, കാരണം നമ്മൾ 12th സ്റ്റാൻഡേർഡിൽ പഠിച്ചതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കും. മറ്റ് സബ്ജക്ട്സിനെ കമ്പയർ ചെയ്യുമ്പം നിങ്ങൾക്ക് എളുപ്പമായിരിക്കും ഫിസിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് നമുക്കറിയാം മെറ്റീരിയൽസിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ് ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് സെക്ഷനകത്ത് ആ ക്ലാസിഫിക്കേഷൻ ആയിരിക്കും നമ്മൾ പഠിക്കുന്നത്. പിന്നെ ഇവരുടെ എനർജി ബാൻഡുകൾ ഉണ്ടല്ലോ, കണ്ടക്ഷൻ ബാൻഡ്, വാലൻസ് ബാൻഡ്, ഓരോന്നിൻ്റെ എങ്ങനെയായിരിക്കും എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സെക്ഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സൂപ്പർ കണ്ടക്ടിവിറ്റി. ഈ സൂപ്പർ കണ്ടക്ടേഴ്സിനെ പറ്റിയിട്ട് അതിൻ്റെ ടൈപ്പ് 1, ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടർ, ആപ്ലിക്കേഷൻ ഓഫ് സൂപ്പർ കണ്ടക്ടർ എന്ന് പറഞ്ഞിട്ട് ആണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ കൊടുത്തിരിക്കുന്നത്. ഇനിയും സെക്കൻഡ് മൊഡ്യൂൾ നോക്കുവാണെങ്കിൽ സെക്കൻഡ് മൊഡ്യൂൾ ക്വാണ്ടം മെക്കാനിക്സ്. അപ്പോൾ ഇത് നമുക്കൊരു പുതിയ മൊഡ്യൂൾ ആയിരിക്കും, കാരണം നമ്മൾ 12th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടില്ലാത്തൊരു ഫിസിക്സ് ആണ് ക്വാണ്ടം മെക്കാനിക്കൽ ഫിസിക്സ് എന്ന് പറയുന്നത്. 12th സ്റ്റാൻഡേർഡ് വരെ നമ്മൾ കൂടുതലും ചെയ്തിട്ടുള്ളത് ന്യൂട്ടോണിയൻ മെക്കാനിക്സ് അല്ലെങ്കിൽ ക്ലാസിക്കൽ മെക്കാനിക്സ് ആയിരിക്കുമല്ലോ. ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത് ഒരു വലിയ ഏരിയ ആണ്. അത്രയൊന്നും നമുക്കില്ല, നമുക്ക് വളരെ ചെറുതായിട്ടാണ് മൊഡ്യൂളിൽ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വന്നിട്ട് ഹൈസൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, അതിൻ്റെ 2 ആപ്ലിക്കേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ഉള്ളി, നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് മാത്രം പഠിച്ചാൽ മതി അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൻ്റെ. പിന്നെ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ആബ്സെൻസ് ഓഫ് ഇലക്ട്രോൺ ഇൻസൈഡ് എ ന്യൂക്ലിയസ്, നാച്ചുറൽ ലൈൻ ബ്രോഡനിങ് എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ 2 ആപ്ലിക്കേഷൻസ്. പിന്നെ നമ്മൾ പോകുന്നത് വേവ് ഫംഗ്ഷന്. വേവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വേവ് പാർട്ടിക്കിൾ ഡ്യുവാലിറ്റിയിൽ മാറ്ററിനോട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മാറ്റർ വേവിനെ പറ്റിയിട്ടാണ് നമ്മളിവിടെ അതിൻ്റെ വേവ് ഫംഗ്ഷൻസ്, പ്രോപ്പർട്ടീസ്, പിന്നെ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന 2 ഡെറിവേഷൻസ് ഉണ്ട്. ടൈം ഇൻഡിപെൻഡൻറ്റും ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിംഗർ ഇക്വേഷൻ, അതുപോലെ തന്നെ അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ പാർട്ടിക്കിളിനെ 1 ഡയമെൻഷണൽ ബോക്സ്, പിന്നീട് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ സെക്ഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒത്തിരി ബുദ്ധിമുട്ടുള്ളൊരു ഏരിയ അല്ല, പക്ഷേ ഒരു പുതിയ ഏരിയ ആണ്. ഓക്കെ, സെമി കണ്ടക്ടർ ഫിസിക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ എല്ലാം പഠിച്ചു. കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, സെമി കണ്ടക്ടേഴ്സിനെ ഒന്ന് ഓടിച്ചിട്ട് നോക്കി. ഇതിനകത്ത് നമ്മൾ സെമി കണ്ടക്ടർ ഫിസിക്സ് കുറച്ചും കൂടി ഡീപ്പായിട്ടായിരിക്കും നോക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം സെമി കണ്ടക്ടേഴ്സിനകത്ത് എങ്ങനെയാണ് അതിൻ്റെ വാലൻസ് ബാൻഡ്, കണ്ടക്ഷൻ ബാൻഡ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ 12th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട് സെമി കണ്ടക്ടേഴ്സ് 2 ടൈപ്സ് ഉണ്ട്, ഇൻട്രിൻസിക്, എക്സ്ട്രിൻസിക്. അതിനെ പറ്റിയിട്ട് പഠിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് 12th സ്റ്റാൻഡേർഡിൽ പി എൻ ജംഗ്ഷനെ പറ്റിയിട്ട് പഠിക്കും. പിന്നെ അതിൻ്റെ IV ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ I ഫോർ കറണ്ട്, V ഫോർ വോൾട്ടേജ് അല്ലേ, കറണ്ട് വോൾട്ടേജ് ഗ്രാഫ് ആയിരിക്കും. പിന്നെ ഫോർവേഡ് ബയാസ്ഡ് പി എൻ ജംഗ്ഷൻ ഡയോഡ്, റിവേഴ്സ് ബയാസ്ഡ് പി എൻ ജംഗ്ഷൻ ഡയോഡ്. ഇതൊക്കെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക്. ഇതൊക്കെ നമ്മൾ 12th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുള്ള ടോപ്പിക്കാണ്, അപ്പോൾ അധികം ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വരത്തില്ല. ഓക്കെ, ഇനി 4ാമത്തെ മൊഡ്യൂളിലോട്ട് പോവുകയാണെങ്കിൽ സെമി കണ്ടക്ടർ ഡിവൈസസിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. ഇപ്പം നമുക്ക് സെമി കണ്ടക്ടർ ഫിസിക്സും അവരുടെ IV ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ നമുക്ക് ക്ലിയർ ആണ്, അവരുടെ പ്രോപ്പർട്ടീസും ഒക്കെ ക്ലിയർ ആയി. ഇനിയും 4th മൊഡ്യൂൾ നോക്കുവാണെങ്കിൽ നമ്മൾ ഡിവൈസസിനെ പറ്റിയിട്ടായിരിക്കും നോക്കുന്നത്. സെമി കണ്ടക്ടർ ഡിവൈസസ് ഏതൊക്കെയാ? റെക്ടിഫയേഴ്സ് ഫസ്റ്റിൽ കൊടുത്തിട്ടുള്ള. റെക്ടിഫയേഴ്സിൽ തന്നെ 2 എണ്ണം ഉണ്ട്. ഫുൾ വേവ്, ഹാഫ് വേവിനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് സെനർ ഡയോഡാണ്. പിന്നെ ടണൽ ഡയോഡ്, സെമി കണ്ടക്ടർ, ലേസർ. അപ്പോൾ ഇതിൻ്റെ എല്ലാം വർക്കിംഗ് വേണം, നമുക്ക് കൺസ്ട്രക്ഷൻ വേണം, അതുപോലെ തന്നെ IV ക്യാരക്ടറിസ്റ്റിക്സും വേണം. അടുത്തൊരു സെക്ഷൻ എന്ന് പറയുന്നത് ഫോട്ടോണിക് ഡിവൈസസ്. ഫോട്ടോണിക് ഡിവൈസസ് എന്ന് പറയുമ്പോൾ നമ്മൾ മുകളിലത്തെ ഒരു സെക്ഷൻ പോലെ നമുക്ക് അത്ര ഡെപ്തിൽ പോകണ്ട. കൺസ്ട്രക്ഷൻ, വർക്കിംഗ്, ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് അത്ര ഡെപ്തിൽ പോകണ്ട. ഓരോ ഡിവൈസസും ഫോട്ടോണിക് ഡിവൈസസ് ഏതൊക്കെയാണെന്നുള്ളത് പഠിക്കുക. ജസ്റ്റ് അതിൻ്റെ ഒരു
ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, കാരണം ക്വാളിറ്റേറ്റീവ് ട്രീറ്റ്മെൻറ്റ് ഉള്ളിന്ന് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ, അതിനെ പറ്റിയിട്ട് ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, അതിൻ്റെ IV ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഗ്രൂപ്പ് എയിൻ്റെ 4 മൊഡ്യൂൾസ് എന്ന് പറയുമ്പോൾ. ഇനി നമുക്ക് അടുത്ത ഗ്രൂപ്പ് ബി വരുന്നത്. ചിലതിനകത്തൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ, ചിലതിനകത്തൊക്കെ പുതിയ മൊഡ്യൂൾസ് കുറച്ച് വന്നിട്ടുണ്ട്. അത് നോക്കാം. ഗ്രൂപ്പ് ബി നോക്കാം. ഗ്രൂപ്പ് ബിയുടെ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് സെമി കണ്ടക്ടർ ഫിസിക്സ് തന്നെയാണ്. നമ്മൾ ഗ്രൂപ്പ് എയിൽ കണ്ടല്ലേ, അത് തന്നെ. അത് പ്രത്യേകിച്ച് വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല, ഒന്നും കുറച്ചിട്ടില്ല. അതേപോലെ തന്നെ സെമി കണ്ടക്ടർ ഫിസിക്സിൽ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്ത അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇനി സെക്കൻഡ് മൊഡ്യൂളിലോട്ട് വന്നാലും സെയിം സെമി കണ്ടക്ടർ ഡിവൈസ്, ഗ്രൂപ്പ് എയിൽ നമ്മൾ കണ്ട സെമി കണ്ടക്ടർ ഡിവൈസസ് തന്നെ. റെക്ടിഫയേഴ്സ്, ഫോട്ടോണിക് ഡിവൈസസിൻ്റെ 2 സെക്ഷൻസ് ആയിരിക്കും പോകുന്നത്. ആഡ് ഓൺ ഒന്നുമില്ല, കുറച്ചിട്ടുമില്ല, ഒന്നും കൂട്ടിയിട്ടുമില്ല. ഇനി മൂന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ 3ഉം 4ഉം കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മൊഡ്യൂളാണ് ഗ്രൂപ്പ് ബിയുടെ. ഗ്രൂപ്പ് എയിനെ വെച്ചിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഗ്രൂപ്പ് ബിയുടെ തേർഡ് മൊഡ്യൂൾ നോക്കുവാണെങ്കിൽ സൂപ്പർ കണ്ടക്ടിവിറ്റി ആൻഡ് ഡൈലക്ട്രിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടോപ്പിക്കാണ്. സൂപ്പർ കണ്ടക്ടിവിറ്റി ഓൾറെഡി നമ്മൾ ഗ്രൂപ്പ് എയിലെ പോലെ തന്നെ എന്താ ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടർ, ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടർ, മീസ്നർ ഇഫക്റ്റ്, ആപ്ലിക്കേഷൻസ്. ഓക്കെ, ഇനി ഇവിടെ ആഡ് ചെയ്തത് ഡൈലക്ട്രിക്സ് എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഡൈലക്ട്രിക്കിനെ കുറിച്ചായിരിക്കും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ 12th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്, നമ്മൾ കേട്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിൻ്റെ ലാസ്റ്റ് സെക്ഷനിലോട്ടൊക്കെ വരുമ്പോൾ. പെർമിറ്റിവിറ്റി ഒക്കെ നമ്മൾ 12th സ്റ്റാൻഡേർഡിൽ അതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമായിരിക്കും. ബാക്കി ഡൈലക്ട്രിക് ലോസും ഇന്റേണൽ ഫീൽഡ് ഇൻ ലിക്വിഡ്സ് ആൻഡ് സോളിഡ്സ് അതൊക്കെ ഒരു പുതിയ ടോപ്പിക്കാണ്. ഓക്കെ, ശരി. ഇനി അടുത്തത് നമുക്ക് ഫോർത്ത് മൊഡ്യൂളോട്ട് നോക്കാം. ഫോർത്ത് മൊഡ്യൂളും ഗ്രൂപ്പ് എയിൽ ഇല്ലാത്ത ഒരു മൊഡ്യൂളാണ്, ഗ്രൂപ്പ് ബിക്ക് മാത്രമുള്ള ഒരു മൊഡ്യൂളാണ്. ഇതിനകത്ത് വരുന്നത് ഏതാ? ലേസർ ആൻഡ് ഫൈബർ ഓപ്റ്റിക്സ്. നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. ഇതിനും 2 സെക്ഷനായിട്ടാണ് മൊഡ്യൂൾ പോയിട്ടുള്ളത്. ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ലേസറിനെ പറ്റിയിട്ടായിരിക്കും പഠിക്കുന്നത്. ലേസറിൻ്റെ പ്രിൻസിപ്പിൾ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലേസേഴ്സ്, കൺസ്ട്രക്ഷൻ, വർക്കിംഗ്, ആപ്ലിക്കേഷൻസ് ഓഫ് ലേസർ, അതാണ് നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ. സെക്കൻഡ് സെക്ഷൻ എന്ന് പറയുമ്പോൾ ഒപ്റ്റിക്കൽ ഫൈബറിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അതിനകത്ത് എന്താണ് ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ പ്രിൻസിപ്പിൾ, ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ കൺസ്ട്രക്ഷൻ, മെറ്റീരിയൽസ്, ടൈപ്പ് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ, പിന്നെ ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ. അതിനകത്ത് ബ്ലോക്ക് ഡയഗ്രാംസ് ഒക്കെ വരുന്നുണ്ട്. ഇതാണ് ഫോർത്ത് മൊഡ്യൂൾ. ഓക്കെ, നമുക്ക് C&D നോക്കാം. ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് നമ്മളിപ്പം ഗ്രൂപ്പ് ബിയിൽ കണ്ടതുപോലെ തന്നെ ലേസർ ആൻഡ് ഫൈബർ ഓപ്റ്റിക്സ് ആണ് ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. ആദ്യത്തെ ടോപ്പിക്ക് ലേസറിനെ പറ്റിയിട്ടും രണ്ടാമത്തെ ടോപ്പിക്ക് ഫൈബർ ഓപ്റ്റിക്സിനെ പറ്റിയിട്ടുമാണ്. പ്രത്യേകിച്ച് ഒന്നും ഇതിനകത്ത് ആഡ് ഓൺ ചെയ്തിട്ടില്ല. ഗ്രൂപ്പ് ബിയിലെ പോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത്, വ്യത്യാസമൊന്നുമില്ല. ഇനി സെക്കൻഡ് ടോപ്പിക്ക്, സെക്കൻഡ് മൊഡ്യൂൾ നമുക്കൊരു കുറച്ച് ഡിഫറെൻ്റ് ആണ്. നമ്മൾ ഗ്രൂപ്പ് എയിലും ബിയിലും ഇല്ലാത്ത ഒരു ടോപ്പിക്കാണ്. ഇൻ്റർഫെറൻസ് ആൻഡ് ഡിഫ്രാക്ഷൻ എന്ന് പറയും. ഇത് വളരെ ബുദ്ധിമുട്ടായിട്ടൊന്നും നിങ്ങൾക്ക് വരത്തില്ല, വളരെ സിമ്പിളായിട്ടുള്ളൊരു മൊഡ്യൂളാണ്. നമ്മൾ 12th സ്റ്റാൻഡേർഡിൽ ഇൻ്റർഫെറൻസും ഡിഫ്രാക്ഷനും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുമ്പം ഇൻ്റർഫെറൻസും രണ്ടാമത്തെ സെക്ഷനായിട്ട് പോകുന്നത് ഡിഫ്രാക്ഷനും ആയിരിക്കും. ഇൻ്റർഫെറൻസിനകത്ത് നമ്മൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ, അതുപോലെ തന്നെ കൺസ്ട്രക്റ്റീവ്, ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫെറൻസിൻ്റെ കണ്ടീഷൻസ്, പിന്നെ തിൻ ഫിലിമിലേക്ക് ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യുമ്പം അവിടെ ഉണ്ടാകുന്ന ഇൻ്റർഫെറൻസ് പാറ്റേൺ എന്താണ്, പിന്നെ അതുപോലെ തന്നെ ഒരു വെഡ്ജ് ഷേപ്പ്ഡ് ഫിലിം ആണെങ്കിൽ അവിടേക്ക് ലൈറ്റ് വന്ന് വീഴുമ്പം ഇൻ്റർഫിയർ ചെയ്തിട്ട് അവിടെ ഉണ്ടാകുന്ന പാറ്റേൺ എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ ആ ഫസ്റ്റ് സെക്ഷനിൽ നോക്കുക. സെക്കൻഡ് സെക്ഷൻ കുറച്ച് ഡിഫ്രാക്ഷൻ നമുക്ക് കുറച്ചേ പഠിക്കാനുള്ളൂ. ഡിഫ്രാക്ഷനകത്ത് ഇതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ഡിഫ്രാക്ഷൻ, ഫ്രെനൽസ്, ഫ്രാൻഹോഫർ ഡിഫ്രാക്ഷനെ പറ്റിയിട്ടുള്ള അതിൻ്റെ ഒരു ഡിഫറൻസ് ഒന്ന് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷൻ, ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ്, ഗ്രേറ്റിംഗിൻ്റെ ഇക്വേഷൻ, അതുപോലെ തന്നെ ഡിസ്പേഴ്സീവും റിസോൾവിങ് പവറും. അതും ക്വാളിറ്റേറ്റീവായിട്ട് മതി, നമുക്ക് അങ്ങനെ വലിയ ഡെറിവേഷനായിട്ട് പഠിക്കാനില്ല, ജസ്റ്റ് അതിൻ്റെ ഇക്വേഷൻസ് മാത്രം ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അപ്പം ഈ ഒരു മൊഡ്യൂളിനകത്ത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇൻ്റർഫെറൻസിനാണ് കൂടുതൽ കൊടുത്തിട്ടുള്ളത്. ഡിഫ്രാക്ഷനകത്ത് കണ്ടന്റ്
കുറവാണ് ഇൻ്റർഫറൻസിനെ കമ്പയർ ചെയ്യുവാണെങ്കിൽ. ഇനിയും തേർഡ് മൊഡ്യൂൾ നോക്കുവാണെങ്കിൽ സെയിം ക്വാണ്ടം മെക്കാനിക്സ് തന്നെയാണ്. നമ്മൾ ഗ്രൂപ്പ് എയിൽ കണ്ടതുപോലെ തന്നെ ക്വാണ്ടം മെക്കാനിക്സ് ആണ്. ഒന്ന് വേറെ എക്സ്ട്രാ ഒന്നും ആഡ് ഓൺ ചെയ്തിട്ടില്ല. ഹൈസൻബർഗിൻ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൽ നിന്ന് തുടങ്ങി അതിൻ്റെ ആപ്ലിക്കേഷൻ, വേവ് ഫംഗ്ഷൻ, സ്ട്രോജിഗർ ടൈം ഡിപ്പെൻഡൻറ്റ് ഇൻഡിപെൻഡൻറ്റ് വേവ് ഇക്വേഷൻ, പാർട്ടിക്കിൾ ഇൻ വൺ ഡയമെൻഷണൽ ബോക്സ്. അതാണ് ഈ ഒരു മൊഡ്യൂൾ. ഇനി ഫോർത്ത് മൊഡ്യൂൾ എന്ന് പറയുന്നത് നമ്മൾ എയിലും ബിയിലും കാണാത്ത ഒരു പുതിയ മൊഡ്യൂളാണ്. സി ആൻഡ് ഡിയിൽ ആഡ് ചെയ്തേക്കുന്നത് വേവ് ആൻഡ് അക്വസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അക്വസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം. എന്താ സൗണ്ടിനെ പറ്റിയിട്ട് പഠിക്കുന്ന ബ്രാഞ്ച് ഓഫ് ഫിസിക്സിനെയാണ് നമ്മൾ അക്വസ്റ്റിക്സ് എന്ന് വിളിക്കുന്നത്. ഇപ്പം ലൈറ്റിനെ പറ്റിയിട്ട് പഠിക്കുന്ന ബ്രാഞ്ച് ഓഫ് ഫിസിക്സിനെ നമ്മൾ ഒപ്റ്റിക്സ് എന്ന് വിളിക്കത്തില്ലേ, അതേപോലെ തന്നെ. അപ്പോൾ ആ ഒരു പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി നമ്മൾ എന്താ അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് സെക്ഷനകത്ത് നമ്മൾ വേവാണ് പറയുന്നത്. ട്രാൻസ്വേഴ്സ് വേവ് എന്താണ്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്താണ്, അവർ തമ്മിലുള്ള ഡിഫറൻസ്, വേവ് ലെങ്ത്, ടൈം പീരീഡ്, ആ കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ ട്രാൻസ്വേഴ്സ് വേവിനെ പറ്റിയിട്ട് ഒരു ഡെറിവേഷൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് സെക്ഷൻ എന്ന് പറയുമ്പം കംപ്ലീറ്റ്ലി സൗണ്ട് ആണ്, അക്വസ്റ്റിക്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഇതിനകത്ത് എക്കോ എന്താണ്, പിന്നെ അതുപോലെ തന്നെ ഡിവൈസസ് എന്താ സൊണാറ്, അതുപോലെ തന്നെ അൾട്രാസോണിക് ഡിഫ്രാക്ടോമീറ്റർ എന്ന് പറഞ്ഞ കുറച്ച് ഡിവൈസസ്, സൗണ്ട് റിലേറ്റഡ് ഡിവൈസസിനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രൂപ്പ് എ, ബി, സി ആൻഡ് ഡിയുടെ മൊത്തം മൊഡ്യൂൾസ്. അപ്പോൾ എല്ലാത്തിനകത്ത് നമുക്ക് 4 മൊഡ്യൂൾസ് കാണാം. ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ 12th സ്റ്റാൻഡേർഡിൽ പഠിച്ച കാര്യങ്ങൾ തന്നെ, പക്ഷെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക്, കുറച്ച് ആഡ് ഓൺ ഒക്കെ വന്നിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനിയും നമ്മളാണെങ്കിൽ ലേണിനോയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുവാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് എല്ലാ കോഴ്സസിൻ്റെയും, ഫിസിക്സ് മാത്രമല്ല എല്ലാ കോഴ്സസിൻ്റെയും വീഡിയോസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ലെക്ചർ വീഡിയോസ് അവൈലബിൾ ആയിരിക്കും. ലെക്ചർ വീഡിയോസ് കൂടാതെ തന്നെ നിങ്ങൾക്ക് ഓരോ മൊഡ്യൂൾസിൻ്റെയും ഓരോ സെക്ഷൻസിൻ്റെയും PDF നോട്ട്സ് അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻസ് നിങ്ങൾക്ക് ആപ്പിലൂടെ തന്നെ ഡൗട്ട് ക്ലിയർ ചെയ്യാം. അതുപോലെ തന്നെ വാട്സപ്പ് ത്രൂ ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻസ് ഉണ്ടാകുന്നതായിരിക്കും. ഓൺലൈൻ ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻസ് അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. പിന്നെ എക്സാം ഓറിയൻറ്റേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ അവൈലബിൾ ആണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ ലേണിനോയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് പർച്ചേസ് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, താങ്ക് യു.